ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഒക്ടോബർ 21. ഞാൻ ആശ. ദൈവമാതാവായ പരിശുദ്ധ മറിയം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. വല്ലാർപാടത്തമ്മ. വൈപ്പിൻ ദ്വീപിന്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ദ്വീപാണ് വല്ലാർപാടം. ബോട്ട് മാർഗം മാത്രം എത്തിച്ചേരാമായിരുന്ന വല്ലാർപാടത്ത് ഗോശ്രീ പാലങ്ങൾ വന്നപ്പോൾ മുതൽ കരമാർഗം സഞ്ചാരയോഗ്യമായി. വല്ലാർപാടത്തിന്റെ ചരിത്രത്തിലേക്ക് ഒന്നെത്തി നോക്കാം. AD 52 കേരളത്തിൽ വന്ന തോമാസ് ലിഹായുടെ പ്രേക്ഷിത പ്രവർത്തന ഫലമായി നിരവധി കുടുംബങ്ങൾ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച് പല സമൂഹങ്ങളായി വിവിധ സ്ഥലങ്ങളിൽ ജീവിച്ചു പോന്നിരുന്നു. അത്തരത്തിലുള്ള ഒരു സമൂഹം വല്ലാർപാടത്ത് വസിച്ചിരുന്നതായിട്ടാണ് പഴമക്കാർ പറയുന്നത്. വല്ലാർപാടത്തെ ആദ്യത്തെ പള്ളി എന്ന് സ്ഥാപിച്ചുവെന്ന് രേഖകളിലില്ലെങ്കിലും അത് സ്ഥാപിച്ചത് പരിശുദ്ധാരൂപിയുടെ സമാധാനത്തിലായിരുന്നു. 1498 കോഴിക്കോട് വന്നു ചേർന്ന പോർട്ടുഗീസുകാരുടെ താവളം 1500 ഡിസംബർ 24 കൊച്ചിയിലേക്ക് മാറ്റുകയും വാണിജ്യബന്ധം സ്ഥാപിക്കുകയും ചെയ്തതോടെ അവർ കൊച്ചി രാജ്യത്ത് സ്ഥാനമുറപ്പിച്ചു. വല്ലാർപാടം ഉൾപ്പെടെ കേരളക്കരയിലെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ലത്തീൻ റീത്തിന്റെ ആരംഭവും റോമിലെ മാർപ്പാപ്പയുടെ നേരിട്ടുള്ള ബന്ധവും ആരംഭിക്കുന്നത് ഇവരുടെ ആഗമനത്തോടെയായിരുന്നു. വല്ലാർപാടം ദ്വീപിന്റെ വളർച്ചയും പ്രശസ്തിയും ആരംഭിച്ചതും ഈ സമയത്തായിരുന്നു. ലത്തീൻ റീത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട മാർത്തോമ ക്രിസ്ത്യാനികൾക്ക് അവർ ധാരാളം സഹായങ്ങൾ നൽകുകയും വല്ലാർപാടം പള്ളിയിലേക്ക് സ്ഥിരമായ ഒരു വൈദികനെ ഏർപ്പാട് ചെയ്യുകയും ചെയ്തു. ഇതോടൊപ്പം മരിയ ഭക്തിയും പ്രോത്സാഹിപ്പിച്ചു. ദൈവമാതാവായ പരിശുദ്ധ മറിയത്തിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം. thank you